ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് സാം. അപ്പോൾ സയൻസ് സാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡ്രമ്മിനകത്ത് വെള്ളം നിറയ്ക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് വല്ല വെള്ളം തുറന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോയേക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡ്രമ്മിനകത്താണെങ്കിൽ വെള്ളം നിറയ്ക്കാൻ വെച്ചിട്ട് നമ്മളിപ്പോൾ മറന്നു പോകും, ഡ്രമ്മൊക്കെ ഓവർഫ്ലോ ആയി ഒരുപാട് വെള്ളം നമുക്ക് പാഴാവും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഡിവൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ള് റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഈ ഒരു ടൈമർ സ്വിച്ചും അതുപോലെ തന്നെ ഈ സോളിനോയിഡ് വാൽവുമാണ്. അപ്പോൾ ഈ ടൈമർ സ്വിച്ച് ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെ ആ എത്ര നേരം അലക്കിക്കൊണ്ടിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമർ സ്വിച്ചാണ്. അതേസമയം ഈ ഒരു സോളിനോയിഡ് വാൽവ് ആണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ വാട്ടർ ഓപ്പൺ ആക്കുകയും അതുപോലെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന അതിനകത്ത് തന്നെയുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള വാൽവാണ്. അപ്പോൾ ഈ രണ്ട് ഡിവൈസ് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ഈ ഒരു വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെച്ച് താമസിക്കേണ്ട എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സിനകത്തായിരിക്കും നമ്മൾ ഈ ഒരു നമ്മുടെ ടൈമറും അതുപോലെ തന്നെ ഈ ഒരു വാൽവൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മാത്രം സൈസുള്ളൊരു ബോക്സ് ആണ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏറെക്കുറെ കറക്റ്റാണ്, എന്നാലും നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിന് കുറച്ച് ഹോളുകൾ ഇടണം. നമ്മുടെ ഈ ഒരു ടൈമറിനും അതുപോലെ തന്നെ നമ്മുടെ വാൽവിനൊക്കെ ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ വരാനായിട്ടുള്ള ഹോളുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് ഹോളുകൾ ഇട്ടെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ഹോളുകളെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഹോളുണ്ട്, ഇവിടെ ഹോളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ടൈമറും വാൽവും എല്ലാം ഈ ഒരു ബോക്സിനകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ടൈമർ നമ്മൾ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. അതിനായിട്ട് ചെറിയ 2 സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് ആണ് കട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർ ടൈമർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്കിൻ്റെ കൂടെയാണ് നമ്മൾ വാട്ടർ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ ഔട്ട്പുട്ട് വരും. നമ്മൾ ടൈമർ തിരിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ സ്ഥാനത്ത് നിന്ന് വെള്ളം വരുള്ളൂ. ടൈമർ തീരുമ്പോഴത്തേക്കും തന്നെ വെള്ളം നിൽക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ടെസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗാർഡൻ ഹോസ് എടുത്തിട്ട് ഗാർഡൻ ഹോസ് നമുക്ക് ഈ ഒരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലഗ് ഒരു പവറിന് വേണ്ടിയിട്ട് ഒരു പ്ലഗിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാപ്പ് ഇവിടെ ഓണാണ്, നമ്മുടെ പവർ ഇവിടെ ഓണാണ്. ഇനി നമുക്ക് ഈ ടൈമർ മാത്രം തിരിച്ചാൽ ഇതിനകത്ത് വെള്ളം വരാൻ തുടങ്ങും. കണ്ടില്ലേ, ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. ഈ ടൈമർ നമ്മൾ തിരിച്ച് ഓഫ് ആക്കിയാൽ വെള്ളം നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു 50 മിനിറ്റിൻ്റെ ടൈമറാണ് ഞാനിത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് തിരിച്ച് വെക്കുമ്പോഴത്തേക്കും 50 മിനിറ്റത്തേന് ഈ സാധനം ഓൺ ആയിരിക്കും. തന്നെ ടൈമർ ഓഫ് ആകുമ്പോഴത്തേക്കും വെള്ളം അതുപോലെ തന്നെ ഓഫ് ആകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമർ ടാപ്പ് അത് തന്നെ നല്ല വരുന്നുണ്ടല്ലേ, ടൈമർ ടാപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ടൈമർ ടാപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാപ്പ് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു, ഇത് നമ്മൾ പവർ കൊടുക്കുന്നു, അതുപോലെ നമ്മുടെ ടൈമർ തിരിക്കുമ്പോഴത്തേക്ക് വെള്ളം വരാൻ തുടങ്ങും. ടൈമർ ഓഫ് ആകുമ്പോഴത്തേക്കും തന്നെ വെള്ളം നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിന് വേറൊരു ഗാർഡൻ ഹോസും കൂടെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡ്രമ്മ് നിറയ്ക്കാൻ എടുക്കാം. അല്ലെങ്കിൽ ഇതിനൊരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഇടാനായിട്ട് എടുക്കാം. അങ്ങനെ പല യൂസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് ഓൺ ആക്കിയിട്ട് പോയാലേ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നിന്നോളും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. ഒരു ടാപ്പ് തുറന്നിട്ടിട്ട് മറന്നു പോയാലും ഓഫ് ആകണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ടൈമർ ടാപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.